ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവീൻ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലായ ബ്രേക്ക് ആൻഡ് റൈഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണത്. ഈ വ്ളോഗിൽ ആക്ച്വലി ഞങ്ങൾ ഒരു വർഷത്തോളം എടുത്ത് പ്ലാൻ ചെയ്ത ഒരു യാത്രയാണ് കേദാർനാഥ് യാത്ര. ഡൽഹി വരെ ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോയത്. അതിനുശേഷം ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾ ഓൾറെഡി ഡൽഹി ടു ഹരിദ്വാർ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിന് ഹരിദ്വാർ ചെന്നിറങ്ങുകയാണ് ചെയ്തത്. ഡൽഹിയിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ഏകദേശം ഒരു 4 മണിക്കൂറാണ് യാത്ര ഏകദേശം. അതിനുശേഷം ഞങ്ങൾ ഹരിദ്വാർ എത്തി. അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് ഗൗരികുണ്ടിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ റൂമെല്ലാം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു യാത്രയായിരുന്നു ആക്ച്വലി. അതിപ്പോൾ ട്രെയിനാണെങ്കിലും ബൈക്ക് യാത്ര ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി പ്രവാസികളാണ്. ഞാനും അനിയനും ഒരു 16 വർഷത്തോളമായി ബഹറിൽ പ്രവാസികളാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ വെക്കേഷൻ സമയങ്ങളിൽ ഇതിപ്പോൾ ഈ കേദാർനാഥ് യാത്ര ഞങ്ങൾ ഒരു വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് എൻ്റെ ഐറ്റ്നറിയൊക്കെ റെഡിയാക്കി. ഐറ്റ്നറിയൊക്കെ ഫുള്ള് റെഡിയാക്കിയത് എൻ്റെ ഫ്രണ്ട് സൂരജാണ്. അപ്പോൾ UK-ലാണ്. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ പ്ലാൻ ചെയ്യും ഒരു ട്രിപ്പായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ഞങ്ങളുടെ കേദാർനാഥ് ബദ്രിനാഥ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഗൗരികുണ്ട് എത്തുന്നവരെ ഉള്ള വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹരിദ്വാർ എത്തി. അവിടെ സ്റ്റേ ചെയ്തു. ഹരിദ്വാർ സ്റ്റേ ചെയ്തു. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനാണത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ആണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി അടിച്ച് കണ്ടു നേരെ റൂമിലേക്ക് പോയി. താമസ ഫ്ലാറ്റിൻ്റെ ഓണിൽ നിന്നത് കൂടിയാണ്. ഫ്ലാറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 4 പേർക്ക് സ്പേസ് ഉള്ളൊരു ഫ്ലാറ്റ്. ഒരാൾക്ക് ഒരു ജിമ്മന്മാർ 2 പേര് നിൽക്കുന്നുണ്ട്. നല്ല വീഡിയോ സൂര്യനാണെന്ന് പറയുന്നത്. AC റൂമുള്ള ഫാൻ ഉള്ള റൂമാണ്. അത്യാവശ്യം പ്രൈവറ്റ്. ഓക്കെ, വണ്ടി എടുത്ത അങ്ങനെ രാവിലെ ഞങ്ങൾ ഫ്രഷായി നേരെ ബൈക്ക് എടുക്കുന്ന ഷോപ്പിലെത്തി. ഇതാണ് ഞങ്ങളുടെ ബൈക്ക് റെൻറ്റിന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഷോപ്പ്. ഇവിടെ ഞങ്ങൾ 3 വണ്ടിയുണ്ട്. സുസുക്കിയുടെ വണ്ടി, ഒരു ബുള്ളറ്റ്. അപ്പോൾ സൈഡിൽ എടുത്തിട്ടുണ്ട്. ഞാൻ 3 വണ്ടിയിൽ ഞങ്ങളെടുത്ത് കളർ മാറ്റി. കമ്പനിയാണ്. 4 പേര്, 2 പേര് ബുള്ളറ്റ്. ഓരോരുത്തർക്ക്
സൂരജേ, ഇവിടെ എങ്ങനെയാ നമ്മളിപ്പോ കണക്ട് ചെയ്യുന്നത്? ഋഷികേശ് ഇട്ട് പോയാൽ മതിയാ? ഇവിടെ ആരതി എടുക്കാറ്, ആരതി മതി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ റൈഡ്. കാരണം നാട്ടിൽ ഇങ്ങനെ മൂന്നാർ, വാഗമൺ ഒക്കെ ബൈക്കിന് പോയതല്ലാതെ ഈ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊന്നും നമ്മളങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു റൈഡ്, അതായത് ബൈക്കിൽ ഞങ്ങൾ ആദ്യമായിട്ടുള്ളൊരു റൈഡായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാഴ്ചകളും വെറൈറ്റി ഫുഡും. പിന്നെ ഇവിടെ ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ചെയ്യുമ്പോൾ നല്ല ദേവഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ നോൺ വെജും കാര്യങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അവിടുത്തെ അതായ രീതിയിലുള്ള നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ച് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, നമ്മുടെ ഡെയിലി റൊട്ടീന് ചേഞ്ച് ചെയ്തിട്ടുള്ള വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് 8 ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. ആ 8 ദിവസം നമ്മളെല്ലാം അതൊരു വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. മനോഹരമായ ഒരു യാത്രയായിരുന്നു. ആക്ച്വലി ഈ റൈഡ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയം ഈ മണ്ണും കല്ലൊക്കെ സൈഡിൽ നിന്ന് വീഴാനുള്ള സാധ്യത കൂട്ടുക. അത് മണ്ണിടിച്ചിൽ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്. എന്നിരുന്നാൽ കൂടി നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രവാസികളാണ്. അപ്പോൾ ഇയർലി ഞങ്ങൾ വെക്കേഷന് പോകുമ്പോൾ ഒരു 6 മാസം കൂടുന്ന മുമ്പായി ഞങ്ങൾ ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും. സാധാരണയായിട്ട് ഞങ്ങൾ മൂന്നാർ, ഇടുക്കി, വാഗമൺ സ്ഥലങ്ങളാണ് പോയിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റി അടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു 7-8 മാസം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ട്രിപ്പാണ്. ഇനി അങ്ങോട്ടും ഞങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഈ തുടക്കക്കാരെന്ന രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ റൈഡിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ചോറും കറിയൊന്നും ഇവിടെ അവൈലബിൾ അല്ല. കൂടുതലും മാഗി നൂഡിൽസ്, പിന്നെ ആലു പൊറോട്ട, ചില സ്ഥലങ്ങളിലൊക്കെ ഫ്രൈഡ് റൈസ്, ചില്ലി ഗോബി അതേപോലെയുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഫുഡ് പ്രതീക്ഷിച്ചൊന്നും ഇവിടേക്ക് വരരുത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് സംഗംഘട്ടിലേക്ക് എത്തി. അതായത് ഭാഗീരഥി നദിയും അളകനന്ദ നദിയും കൂടിച്ചേരുന്ന സ്ഥലം. അതായത് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണെന്നാണ് പറയുന്നത്. ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തെത്തി. താഴേക്ക് ഞാനും സൂരജ് ഇറങ്ങിയില്ല, പക്ഷേ സജിൻ ചേട്ടനും അതുപോലെ നിതും കൂടി താഴെ ഇറങ്ങി. ആ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്.
ഈ കാണുന്ന പോലെ നല്ല ഒഴുക്കുണ്ട് നദിക്ക്. രണ്ട് നദിയും രണ്ട് കളറായിട്ടാണ് ഒഴുകുന്നത്. ഒന്നൊരു പച്ച കളറും ഒരു കാപ്പി കളറും. പിന്നെ ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഇവിടെ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത്. നദിക്ക് 3 കളറാണ്. ഈ കാണുന്നുണ്ടോ പറ്റുന്നറിയില്ല. ഒരു കാപ്പി കളർ, ലൈറ്റ് കാപ്പി, ചായ കളർ പറയും. പിന്നെ നമ്മുടെ പച്ച കളറാണ്. ഇത്ര പടികൾ കാരണം പഠിക്കാം. ഞാൻ എൻ്റെ ഫുൾ വ്യൂ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അറ്റത്ത് നന്നായിട്ട് കിടക്കുന്നുണ്ട്. എന്തോ എങ്ങനെയുണ്ടാ ചേട്ടാ എക്സ്പീരിയൻസ്? ഓക്കെ, ത്രിവേണി സംഗമത്തിൻ്റെ ഇവിടെ നിന്ന് നോക്കി കാണാം ക്ഷേത്രം. ഇവിടെ നിന്ന് ഇറങ്ങണം അടിയിലേക്ക്. ഇതാണ് ക്ഷേത്രം. ഫ്രണ്ടിൽ കൂടെ ഞാൻ കാണിച്ചിരുന്നില്ല, അതിലിറങ്ങി ഒന്ന് നമുക്ക് അടി വരെ പോവാം. അവിടെ കുളിക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇവിടേക്കാണ് അങ്ങനെ ത്രിവേണി സംഗമം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. അധികം സ്പീഡിലൊന്നല്ല പോയത്. കാരണം മെയിനായിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ വഴികളൊന്നും അറിയില്ല. അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാക്സിമം പതുക്കെ വണ്ടി ഓടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. കാരണം അതുകൂടാതെ തന്നെ റോഡുകളും ഈ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും ഈ മണ്ണിടിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പതുക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങൾ വണ്ടി വാടകയ്ക്ക് എടുത്തത് ഹരിദ്വാറിൽ പറഞ്ഞല്ലോ. അപ്പോൾ ബുള്ളറ്റിനെ അവർ ചാർജ് ചെയ്തത് 1200 രൂപയും പെർ ഡേ. പിന്നെ ഞങ്ങളുടെ സ്വിഫ്റ്റ് അതിന് വന്നത് 800 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചാർജസ് എത്രയാണെന്ന് അറിയില്ല. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇനി കേദാർനാഥിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ കേദാർനാഥിൽ നിന്ന്, അതായത് കേദാർനാഥ് 90 കിലോമീറ്ററാണ്. 22 കിലോമീറ്റർ നമുക്ക് ട്രക്കിംഗ് ഉള്ളത് കേദാർനാഥിലേക്ക്. അപ്പോൾ ഗൗരികുണ്ട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ. ഗൗരികുണ്ട് മാറിയിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. ചെറുതും വലുതായ വെള്ളച്ചാട്ടങ്ങൾ. മലയിൽ നിന്ന് ഒഴുകുന്ന കുറേ വെള്ളം ഇതുപോലെ ഓടിക്കൂടെ ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ അതൊക്കെ സൈഡാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇങ്ങനത്തെ യാത്രകളിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കുറേ വെള്ളം കുടിക്കുക, അതുപോലെ റെസ്റ്റ് ചെയ്ത് പോവുക. ഒരു 1 ഹവറൊക്കെ കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് റെസ്റ്റൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് പോയാൽ നമുക്ക് അത്രയും എനർജി കീപ്പ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞങ്ങൾ ഹരിദ്വാറിൽ നിന്ന് സോനപ്രയാഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൗരികുണ്ട് എത്തില്ല, അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മാറിയിട്ടാണ് സോനപ്രയാഗ് വരുന്നത്. സോനപ്രയാഗിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ഗൗരികുണ്ടിൽ പോയിട്ട് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് കേദാർനാഥ് എത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോയി സോനപ്രയാഗിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഗൗരികുണ്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് 24 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് കേദാർനാഥ് എത്താനായിട്ട്. പിന്നെ അന്ന് വൈകിട്ട് കേദാർനാഥായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം, റിസോർട്ട് ദ പൈൻസ് മൗണ്ട് വ്യൂ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ കേദാർനാഥ് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ റിസോർട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു ഹാൻഡ് ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. കേദാർനാഥിലേക്ക് അത്യാവശ്യം ട്രക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള റൂം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കേദാർനാഥ് പോകുന്നത്. ഗൗരികുണ്ടി പോയിട്ട് അവിടെ വണ്ടി വെച്ച് പിന്നെ ട്രക്കിങ്. അങ്ങനെ ഞങ്ങൾ രാവിലെ കേദാർനാഥിലേക്ക് പുറപ്പെടുകയായി. എല്ലാവരും ഓരോ ഹാൻഡ് ബാഗ് മാത്രമേ കൈവച്ചുള്ളൂ. കാരണം ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗൗരികുണ്ട് എത്തും. ഗൗരികുണ്ടിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 6 കിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ പോകാനുണ്ട്. അതിനുശേഷം നമ്മൾ അവിടുത്തെ എൻട്രൻസിലേക്ക്, കേദാർനാഥ് പോകുന്ന എൻട്രൻസിലേക്ക് എത്തും. അതിനുശേഷമാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൗരികുണ്ടിലേക്ക് പോകുന്ന വഴി ഇതേപോലെ ചില സ്ഥലങ്ങളൊക്കെ മോശമാണ്, അപ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാം. അങ്ങനെ ഞങ്ങൾ ഗൗരികുണ്ട് എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് ജീപ്പിൽ പോകാനുണ്ട്. അങ്ങനെ അതിനുശേഷം നമുക്ക് കേദാർനാഥിലേക്ക് പോകാനുള്ള എൻട്രൻസിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി. ഇനി ഒരു 4 കിലോമീറ്ററോളം ജീപ്പിൽ പോകണം. ഇത് മറ്റേ അധികം പറഞ്ഞാൽ ഇവനവിടെ എന്താ ജോലി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേദാർനാഥിലേക്ക് പോകാനുള്ള എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഓരോ വടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ട്രക്കിംഗ് വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.